ിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് മലേഷ്യയുടെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയേക്കുന്നത് മലേഷ്യയിലുള്ള ലങ്കാവി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇപ്പോൾ മലേഷ്യ വെച്ച് നോക്കുമ്പോൾ മലേഷ്യയുടെ കോലാലംപൂർ വെച്ച് നോക്കുമ്പോൾ ഹണിമൂൺ ഡെസ്റ്റിനേഷന് പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ പറയുന്ന ലങ്കാവി എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഐലൻഡ്. Losing time, I'm fading fast. I just wanna make it last. Try to let go of the past. I close my eyes, embrace the blast. Sleepless nights and headaches stack. Restlessness to hell and back. What's my purpose? What do I grab? A slippery surface, a heart attack. And sometimes you just gotta believe there's something that'll give you relief. There's something that'll have what you need. What you need. We're broken, it's tragic. We're not all elastic, but maybe there's magic. Believe you could have it. And I know of sadness, the anxious and panic, the infinite vastness of all that is blackness. ലങ്കാവി എയർപോർട്ടിൽ നമ്മൾ പിക്കപ്പ് ചെയ്ത് നമ്മൾ ഈ വണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ലങ്കാവി വരണമെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ് ആണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. നമ്മൾ കേരളത്തിൽ നിന്നാണ് വരുന്നെങ്കിൽ ആദ്യം കൊച്ചിയിൽ നിന്ന് കയറിയിട്ട് നേരെ കോലാലംപൂർ വന്നിട്ട് നമ്മൾ ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമുക്ക് ലങ്കാവി ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ അവിടെയാണ്. വലിയ പ്രശ്നമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അവിടെ നിന്ന് വിസ നമുക്ക് അടിച്ച് കിട്ടും. ഇപ്പോൾ നമ്മൾ വന്ന സമയത്ത് അവിടെ ചോദിച്ചത് റിട്ടേൺ ടിക്കറ്റിനും ചോദിച്ച് വിസ കോപ്പി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചിട്ടില്ല. മലേഷ്യൻ വിസ എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. 30 days വിസ കിട്ടും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. മലേഷ്യൻ വിസ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള 80% ആയിട്ടുള്ള ഒരു ഫേസ് ഇമേജ് ഉള്ള 80% ഫേസ് ഇമേജ് കിട്ടുന്ന ഒരു ഫോട്ടോ വേണം. അവിടുത്തെ ഒരു ഹോട്ടൽ വൗച്ചർ വേണം. അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം. ഇത്ര സംഭവം മതി നമുക്ക് വിസ ചെയ്ത് എടുക്കാൻ വേണ്ടി. പിന്നെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും നന്നായിട്ട് സ്കാൻ ചെയ്ത് ഉള്ളൊരു കോപ്പിയും കിട്ടിയാൽ മതി. നമ്മൾ ലങ്കാവി ആദ്യം വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നേരെ നമ്മൾ തായ്ലൻഡിലോട്ട് ഒന്നുകൂടെ പോകുന്നുണ്ട്. അപ്പോൾ തായ്ലൻഡിൽ പോകുന്ന സമയത്ത് കോലാലംപൂർ ചെന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ലങ്കാവിലോട്ട് വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വന്ന് ഇറങ്ങി ജസ്റ്റ് നമുക്ക് ഹോട്ടൽ ചെക്ക് ഇൻ കിട്ടുന്നത് 3 മണിക്കാണ്. അപ്പോൾ നമ്മൾ നേരെ വന്ന് ജസ്റ്റ് നമ്മുടെ എയർപോർട്ടിൽ തന്നെ ഫ്രഷപ്പായി ഇനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ലങ്കാവി വരുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഫുഡിന്, അല്ലെങ്കിൽ മലേഷ്യ വരുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഫുഡിന് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഇഡ്ഡലി, സാമ്പാർ, ഈ സാധനങ്ങളൊക്കെ ഇവിടെയും കിട്ടും. എന്നുവെച്ചാൽ നോർമൽ ഫുഡുകൾ കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. വലിയ എക്സ്പെൻസീവ് അല്ല, വലിയ റേറ്റ് ഒന്നുമില്ല. നമുക്ക് നോർമൽ റേറ്റിൽ തന്നെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത്. നമുക്കിവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഒരു കേരളത്തിൽ കൂടെ പോകുന്നൊരു ഫീലൊക്കെ തന്നെയാണ് നമുക്ക് വന്ന് ഇറങ്ങുന്ന സമയത്ത് തോന്നിയത്. ഫ്ലൈറ്റ് ആയിരുന്നു കോലാലംപൂരിൽ നിന്ന് നമ്മൾ ലങ്കാവിലോട്ട് ഫ്ലൈറ്റ് വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എയർപോർട്ടിൽ നിന്ന് ആദ്യമായിട്ട് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഈ എണ്ണപ്പനയുടെ കാഴ്ചയാണ്. കാരണം ഇവിടെ എണ്ണപ്പന എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മറ്റേ ദേശീയ വൃക്ഷമോ സംസ്ഥാന വൃക്ഷമോ രാജ്യത്തിൻ്റെ സംഭവം ഉണ്ടാകുന്നു തോന്നുന്നു. അവിടെ ഫുള്ളിങ്ങനെ എണ്ണപ്പന വളർത്തിയേക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നത് ഏകദേശം ഇവിടെ നിന്ന് ഒരു 35-40 മിനിറ്റ് ദൂരെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. കാരണം ചെക്കിങ് കിട്ടുന്നത് എന്തായാലും വൈകിട്ടൊരു 3:30 ആകുമ്പോൾ, ഈവനിങ് 3 o'clock ചെക്കിങ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വഴിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കൂടെ കേരളത്തിൽ കൂടെ പോകുന്ന ഒരു സെയിം ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതുണ്ട് മറ്റേ പാടത്തിൻ്റെ അത് പുല്ലൊക്കെ വളർന്ന് നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന അതേ ഫീൽ തന്നെ. അപ്പുറത്ത് തെങ്ങൊക്കെ കാണുന്നുണ്ട്, അങ്ങേറ്റത്ത് മല കാണുന്നുണ്ട്. റിസോർട്ട് പോലെ സ്റ്റേ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നല്ലൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഫുഡ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കാരണം ഫസ്റ്റ് ദിവസം പപ്പടമൊക്കെ അവിടെ കാഴ്ച വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് നമ്മൾ വേറെ ഫുഡൊന്നും കഴിച്ച് വയറ് നശിപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയ ടെൻഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇഡലി സെറ്റുണ്ട്, ചപ്പാത്തി ഉണ്ട്, ബനാന ദോശ ഉണ്ട്. പിന്നെ ഇത് ദോശ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു എഗ് ഒനിയൻ ദോശയുണ്ട്. ഇവിടെ ദോശ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ അതുണ്ട്. അപ്പം ഫുഡിൻ്റെ കാര്യത്തിൽ ഇവിടെ വന്ന പേടിയുടെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന രീതിയിലുള്ള ഫുഡ് വേണ്ട കഴിക്കാൻ പറ്റും. ഇതെനിക്കൊന്നൊരു തമിഴ്നാട്ടുകാരുടെ കടയെന്ന് തോന്നുന്നു. കാരണം ഇവിടെ വന്ന് ജീവിക്കുന്ന വ്യക്തികൾ, കാരണം അത്യാവശ്യം തമിഴ് പാട്ടും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വളരെ നമ്മൾ നോർമലി കമ്പയർ ചെയ്യുമ്പോൾ ഫുഡിൻ്റെ റേറ്റൊക്കെ അത്യാവശ്യം ചീപ്പ് തന്നെ പറയാൻ പറ്റും. കാരണം ഒരു ഇഡലി സെറ്റിന് 3.50 ഉള്ളു. അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 10 എത്രയായി 30-40 സംതിങ് അല്ലേ? 40 അല്ല 10-30
ആ 40 ആ 100 ഇഡലിയും സാമ്പാറും നമ്മുടെ മുനീർ ചേട്ടൻ അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. ഇഡലി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല അത്യാവശ്യം നല്ല വെയിറ്റുള്ള കനമുള്ള ഇഡലിയാണ്. മലേഷ്യയിലെ ചായ കൊണ്ട് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഏകദേശം തമിഴ്നാട്ടിൽ ചെന്നാൽ കിട്ടുന്ന ഒരു സംഭവം അല്ലേ? ആ ഇതൊരു ചായ കുടിച്ചാൽ മതി, വയറ് പറയും മാത്രമുണ്ട്. എങ്ങനെയുണ്ട് മിസ്റ്റർ അനൂപ്, ചായ കുടിച്ചാൽ കുടിക്കും പരീക്ഷണ വസ്തു. നമ്മൾ മറ്റേ എഗ്ഗ് ദോശയാണ് പറഞ്ഞത്. എഗ്ഗ് ദോശ അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ എഗ്ഗ് ദോശ വന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ വേറെ ഒന്നുമില്ല, നമ്മുടെ മുട്ട മാത്രം ഇതിൻ്റെ അകത്ത് തേച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കുന്നതിനാണ് എഗ്ഗ് ദോശ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ കുറച്ച് ഉള്ളി സവോളൊക്കെ ഇടും, അതില്ല, ഇത് പക്ക മുട്ട മാത്രമാണ് ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. പിന്നെ ചമ്മന്തിയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ എന്തോ ഒരു കറിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ സൈറ്റ് സീയിങ് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഇവിടെ ശരിക്കും ഏറ്റവും ഭംഗിയുള്ള സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കേബിൾ കാറാണ്. പക്ഷേ ദൈവം സഹായിച്ച് നമ്മൾ വരുന്ന സമയത്ത് ആ സംഭവം ക്ലോസ് ആണ്. ഇപ്പോൾ കേബിൾ കാർ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതിനോട് അനുബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങൾ, അതായത് കേബിൾ കാർ ഈ ആനുവൽ മെയിൻ്റനൻസിന് വേണ്ടി ക്ലോസ് ചെയ്തതാണ്. പക്ഷേ അത് നേരത്തെ അറിയിപ്പൊന്നും വന്നില്ല. നമുക്കൊരു 5 ദിവസം 6 ദിവസം മുമ്പാണ് അവർ ഈ അറിയിപ്പ് വന്നത്. അതുകൊണ്ട് നമുക്ക് അതിന് പോകാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോയി ഏകദേശം 1 മാസത്തിൽ കൂടുതലായി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി സംഭവങ്ങളുണ്ട്. ഈ ആർട്ട് മ്യൂസിയം, 3D മ്യൂസിയം, ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഈഗിൾ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ ഇതൊക്കെ പോകുമ്പോൾ നമുക്കൊരു കേരളത്തിലൊരു നാട്ടിൻപുറത്തൂടെ പോകുന്നൊരു ഫീലാണ് തോന്നുന്നത്. കാരണം ചുറ്റും ഈ പറയുന്ന പോലെ മരങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള പോലെ തെങ്ങ്, പിന്നെ ഇവിടുത്തെ ട്രാഫിക് ലൈറ്റൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ രീതിയിൽ തന്നെ ഒരു പൈപ്പിൻ്റെ കൂടെ വെച്ചിട്ട് അതിനകത്ത് 3 ലൈറ്റ്, ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ പെട്രോൾ പമ്പാണ് ഇത് ആ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ കൂടെ പോകുമ്പോൾ കിട്ടുന്ന ഫീൽ എന്താണോ ആ ഒരു സെയിം ഫീൽ തന്നെയാണ് നമുക്ക് ഈ ലങ്കാവിൽ കിട്ടുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ വിദേശത്ത് പോകുന്ന സമയത്ത് എല്ലാ വ്യക്തികളും ചോദിക്കുന്നതാണ് നമ്മൾ കഴിക്കുന്ന നോർമൽ ഫുഡ് നമുക്ക് അവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യം വരുന്നേ ഇല്ല. ഇപ്പം നമ്മുടെ അവിടെ കിട്ടുന്ന ഓംലെറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ദോശ ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റേറ്റ് നമുക്ക് വേണമെങ്കിൽ കുറവെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 2 ദോശയും 2 ഓംലെറ്റും ഒരു സെറ്റ് ഇഡലി 2 ചായയും പിന്നെ ഒരു പുളിസയും കൂടെ കഴിച്ചിട്ട് പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും മേടിച്ചിട്ട് നമുക്ക് ഏകദേശം ഇവിടുത്തെ 31 റിങ്കറ്റാണ് അയക്കുന്നത്. അപ്പോൾ 31 റിങ്കറ്റ് എന്ന് പറയുന്നത് 31 × 18 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ചിലവായെന്നുള്ളത് കിട്ടും. ഏകദേശം നമ്മുടെ നാട്ടിലൊരു സെയിം എക്സ്പെൻസ് തന്നെ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ചിലവിനെ പറ്റി നമുക്ക് വലിയ ടെൻഷൻ്റെ ആവശ്യമില്ല. നമുക്ക് നോർമലി ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമുള്ളൂ ഇവിടുത്തെ റേറ്റ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും കാണുന്ന കാഴ്ചകളൊക്കെ ഈ പറയുന്ന പോലെ പാടത്തിൻ്റെ കാഴ്ചകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഹണിമൂൺ ഒരു ഡെസ്റ്റിനേഷനായിട്ടാണ് മെയിനായിട്ട് നമുക്ക് ഈ ലങ്കാവി അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ കുമരകത്തൂടെയൊക്കെ പോകുന്ന, അല്ലെങ്കിൽ ആലപ്പുഴ കൂടെ അല്ലെങ്കിൽ പാലക്കാട്ടൂടെയൊക്കെ പോകുന്നൊരു വൈബാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. കുറച്ച് കരിമ്പിൻ്റെ ഇത് കാണാം, അതുപോലെ അപ്പുറത്ത് നമ്മുടെ നെൽപ്പാടം കാണാം. അതിൻ്റെ അങ്ങേ അപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മല ഏരിയ നമുക്ക് ഹില്ലേരിയ കാണാം. ആ ഒരു സെയിം സംഭവം, ഒരു വളരെ സ്വസ്ഥമായിട്ട് ഒരു ഹണിമൂൺ ആഘോഷിക്കാൻ പറ്റുന്നവർക്ക് പറ്റുന്നൊരു സ്ഥലമാണ്. കാരണം ഇഷ്ടംപോലെ ബീച്ച് സൈഡ് റിസോർട്ടുകളുണ്ട്, വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞ് വളരെ സ്വസ്ഥമായിട്ട് ഒരു മലേഷ്യയുടെ തിരക്കുകൾ ഒഴിഞ്ഞ ഒരു നല്ലൊരു സ്ഥലം നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന ലങ്കാവിയെ.